കടലമാവ് കൊണ്ടുള്ള ലഡ്ഡു തയ്യാറാക്കാൻ ഒരു പാനിൽ നെയ്യ് ഒഴിക്കുക. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് ഫ്രൈ ചെയ്ത ശേഷം ഇതെടുത്തു മാറ്റാം. ഇനി അതേ പാനിലേക്ക് അല്പം കൂടെ നെയ്യ് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് കടലമാവിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീ ഇടാനായിട്ട്, എന്നിട്ട് വേണം ഇത് വേവിക്കാൻ. ആവശ്യത്തിന് നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈയെടുക്കാതെ കടലമാവ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൽ ഈ നെയ്യ് മാവ് നല്ല സോഫ്റ്റ് ആക്കി നിറമെല്ലാം മാറി വരുന്നത് വരെ ഇത് ഇളക്കണം. ഒരു 6-7 മിനിറ്റ് ആകും ഇത് അങ്ങനെ ഒന്ന് ആയി കിട്ടാനായിട്ട്. മാവിന്റെ നിറം നന്നായിട്ട് മാറി വന്നിട്ടുണ്ടെങ്കിൽ കടലമാവ് എടുത്ത് വേറെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു ഗ്രൈൻഡറിൽ പഞ്ചസാരയും ഏലക്കയും ചേർത്തിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്ത പഞ്ചസാര പാകം ചെയ്തു വെച്ചിരിക്കുന്ന കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലഡ്ഡു തയ്യാറാക്കിയെടുക്കാം. ലഡ്ഡു തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് ചൂടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. ലഡ്ഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുറച്ചു നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലേക്ക് മാറ്റി ഒരു 5-6 ദിവസം വരെ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ലഡ്ഡു ഇഷ്ടമുള്ളവര് കടലമാവ് കൊണ്ടുള്ള ഈ ലഡ്ഡു കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.